മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിൽ അങ്കണത്തിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ബഹുമാന്യ വ്യക്തികളെയും ജനപ്രതിനിധികളെയും പത്ര മാധ്യമ ദൃശ്യ പ്രവർത്തകരെയും ഒക്കെ ഇന്ന് ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ്. ഇന്ന് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നതിന്റെ പിറകിലുള്ളതായ ഉദ്ദേശവും അതിന്റെ സാധ്യതകളും അവസ്ഥകളും ഒക്കെ വിശദീകരിക്കേണ്ടതില്ല. എല്ലാവർക്കും വളരെയേറെ സുപരിചിതമാണ് ഇന്നത്തെ ഈ സംഭവ വിഭവങ്ങൾ. പ്രത്യേകിച്ച് നമുക്കറിയാം, ജൂലൈ 16 കർണാടകയിലെ ശിരൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഗംഗാവലി പുഴയുടെ തീരത്ത് അവിടെ ഉണ്ടായിരുന്ന മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരും ഒരുപാട് വാഹനങ്ങളും ഒക്കെ അവിടെ നഷ്ടപ്പെടുകയും ഒരുപാട് ജീവനുകളുമൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ അതിലേറെ വാർത്തയും ശ്രദ്ധയും നമ്മുടെയൊക്കെ മലയാളികളുടെ മനസ്സിന്റെ നെഞ്ചിലേക്ക് കുതിച്ചു കയറിയ ഒരു വാർത്തയാണ്. അതിൽ മലയാളിയായിരിക്കുന്ന അർജുൻ എന്ന് പറയുന്ന വ്യക്തി ഡ്രൈവറായിരിക്കുന്ന ഒരു ട്രക്ക് അവിടെ ഒന്നും കാണുന്നില്ല. ആ സമയം വരെ അവിടെ ഉണ്ടായിരുന്നു, ഏതാനും നിമിഷങ്ങൾ വരെ അവിടെ ഉണ്ടായിരുന്ന തെളിവുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതോടൊപ്പം അദ്ദേഹത്തെ പിന്നീട് എവിടെയും കിട്ടുന്നില്ല. മൊബൈൽ ഓഫ്, വണ്ടിയുടെ ഒരു വിവരമില്ല. പക്ഷെ പിന്നീട് അതിന്റെ ട്രക്കിന്റെ ഉടമയായിരിക്കുന്ന ശിവാൻ മനാഫ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നു, അതിലുള്ള GPS സിഗ്നൽ കാണിക്കുന്നു, ഇവിടെ തന്നെ ഉണ്ട്, വണ്ടി വേറെ എവിടെയും പോയിട്ടില്ല, ഇവിടെ ഉണ്ട് എന്ന് പറയുന്നതായ വാർത്തയാണ് ഞങ്ങൾ ഈ പറയുന്ന ജൂലൈ 16 ശേഷം 17, 18 തീയതികളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ നിങ്ങൾ അതൊക്കെ അത്ര ഗൗരവമായിട്ട് ആരും തന്നെ കണ്ടിട്ടില്ല. പക്ഷേ പിന്നീട് അങ്ങോട്ട് ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ അതിന്റെ പുറകിലുള്ളതായ അതിന്റെ ഗൗരവം, അതിന്റെ പ്രാധാന്യം ഒക്കെ മാറി വരുന്നതാണ് കണ്ടത്. പ്രത്യേകിച്ച് ഞാൻ ഈ സന്ദർഭത്തിൽ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ വിഷയത്തിലെ പരാമർശിച്ചുകൊണ്ട് നമ്മുടെ പത്ര മാധ്യമ ദൃശ്യ മാധ്യമ രംഗത്തുള്ള പ്രവർത്തകർ അതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് അവിടെ ക്യാമ്പ് ചെയ്യുകയും അവിടെ അവരുടെ എല്ലാ മുതിർന്ന ആളുകൾ ഉൾപ്പെടെ അവിടെ സന്ദർശിക്കുകയും അതിന്റെ ഗൗരവത്തിൽ തന്നെ കാണുകയും ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തിൽ ഞങ്ങളൊരു മലയാളിയാണ്, നമുക്കൊരു അപകടം സംഭവിക്കുമ്പോൾ അത് മറ്റൊരു സംസ്ഥാനത്തായാൽ പോലും അവിടെ ഓടിയെത്തുവാനും അവിടെ എത്തിച്ചേരുവാൻ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ സന്നദ്ധ സേവന രംഗത്തുള്ള ആളുകൾ അവിടെ പാഞ്ഞെത്തി. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവിടെ ഉണ്ടായിരുന്ന പ്രതികൂലമായ കാലാവസ്ഥയെ പോലും അതിജീവിച്ചുകൊണ്ട് അതിശക്തമായ ഒരു തിരച്ചിലിന് വേണ്ടി ഈ നമ്മുടെ സന്നാഹങ്ങൾ അവിടെ എത്തിച്ചേർന്നു. ആ എത്തിച്ചേർന്ന കൂട്ടത്തിൽ ഞങ്ങൾ ഈ മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ ഏറെ ഇന്നത്തെ ഈ ചടങ്ങിന് അഭിമാനത്തോടെ ശ്രദ്ധിക്കുമ്പോൾ അതിന് ഞങ്ങൾ കാണുന്നത് മുക്കമായി ബന്ധപ്പെട്ടിരുന്ന ഒരുപാട് സന്നദ്ധ സേവന രംഗത്തുള്ള ആളുകൾ അവിടെ പാഞ്ഞെത്തിയത് ഞങ്ങൾ ടിവിയിലെ കൂടി കാണുകയാണ്. പ്രത്യേകിച്ച് തന്നെ ഇവിടെ എന്റെ മുക്കം എന്ന് പറയുന്ന കർമ്മസേന, അതുപോലെ തന്നെ കർമ്മ ഓമശ്ശേരി, അതുപോലെ തന്നെ രാഹുൽ ബ്രിഗേഡ്, അതുപോലെ തന്നെ പുൽപ്പറമ്പ് രക്ഷാസേന എന്നീ തുടങ്ങിയിരിക്കുന്ന സന്നദ്ധ പ്രവർത്തകർ അവിടെ എത്തിച്ചേരുന്നു. അവിടെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ഞങ്ങളൊക്കെ വീട്ടിന്റെ ഉള്ളിൽ ഇരുന്ന് TV കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആവേശം ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടുകാർ വളരെ ആവേശത്തോടുകൂടി ഒരു ദുരന്ത ഭൂമിയിൽ എത്തിച്ചേരുന്നു. എന്നാൽ ഏതാനും ദിവസങ്ങളും കൂടി കടന്നു പോകുമ്പോൾ ആയതിന്റെ ആ ട്രക്കും ഡ്രൈവറെയും കിട്ടുമോ എന്നുള്ള ആശങ്കകളിലേക്ക് പോയി. ആ ആശങ്കകൾ അങ്ങനെ ഓരോ ദിനങ്ങളിലും മലയാളികളുടെ മനസ്സ്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് മാത്രമല്ല ഈ ലോകത്ത് തന്നെ എവിടെയുണ്ടായാലും ആളുകളുടെ എല്ലാം ശ്രദ്ധാകേന്ദ്രം കഴിഞ്ഞ 72 ദിവസക്കാലവും ശിരൂർ, അവിടെ ഗംഗാവാലി പുഴ, അവിടെ ഉണ്ടാകുന്ന ഓരോ നിമിഷങ്ങളെയും ഒപ്പിയെടുക്കുന്ന ഹൃദയങ്ങളിൽ ഒരു വലിയ വേദനയും വലിയ ആവേശവുമായിരുന്ന ഒരു സന്ദർഭത്തെക്കുറിച്ചാണ് ഞങ്ങൾ ഇന്ന് ഈ വിദ്യാലയത്തിന്റെ തിരുമുറ്റത്ത് ഇതുപോലൊരു ആദരവ് ചടങ്ങ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇന്നത്തെ ഈ ആദരവിൽ ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ആശംസിക്കുന്നതാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചടങ്ങ്. എന്തായാലും ഇന്നത്തെ ഈ ചടങ്ങിന്റെ ഒരു ശ്രദ്ധ കേന്ദ്രം നമുക്കറിയാം, ബഹുമാനായിരിക്കുന്ന മനാഫ് കേവലം ഒരു ലോറി ഉടമയുടെ ഒരു അവകാശം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. നമുക്കറിയാം പല സ്ഥലങ്ങളിലും അപകടങ്ങളും പല ഘട്ടത്തിലും വാഹനങ്ങൾ ആക്സിഡന്റ് ഒക്കെ സംഭവിക്കും. പക്ഷെ അവിടെയൊക്കെ കേവലമായി ഒരു വാഹനത്തിന്റെ ഉടമ എന്ന് പറയുന്ന ഒരു പേര് കേൾക്കാം. പക്ഷെ എന്നാൽ ആ പേരിന് പുറമെ എന്തുകൊണ്ടാണ് ബഹുമാനായിരിക്കുന്ന നമ്മളെ മനാഫ് ഇന്ന് ഇവിടെ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത്? നമ്മളെ സംബന്ധിച്ച് ഈ മനാഫ് എന്ന് പറയുന്ന വ്യക്തി കേവലം ലോറിയുടെ ഉടമ
ഞങ്ങൾ കാണുകയാണ്. അന്ന് ഇദ്ദേഹത്തെ ഈ രീതിയിൽ ഒരു ആദരവ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റൊന്നും കണ്ടിട്ടല്ല. ഒരു മനുഷ്യ മനസ്സിന്റെ ഉടമത്വത്തിൽ ഒരു മനുഷ്യനാണ് എന്ന് ഞാനും നിങ്ങളും ഒക്കെ പറയുമ്പോൾ ഇതിന്റെ അകത്തൊരല്പമെങ്കിലും മനുഷ്യത്വം എന്ന് പറയുന്നുണ്ടാവണം. ഒരു നിസ്വാർത്ഥ സേവനത്തിന്റെ മനോഭാവം നമുക്കുണ്ടാവണം. ഇന്ന് നമുക്കറിയാം, എല്ലാവരും സ്വാർത്ഥതയുടെ കൂമ്പാരമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ നിസ്വാർത്ഥ സേവനം കൊണ്ട് 72 ദിനങ്ങളിൽ അവിടെ ആ പുഴയോരത്ത് എല്ലാ ജീവിതവും എന്റെ എല്ലാ മറ്റ് ബിസിനസ്സുകളും മാറ്റിവെച്ചുകൊണ്ട് അവിടെ ഏത് നിമിഷങ്ങളിലും നമ്മളെ മാധ്യമ സുഹൃത്തുക്കൾ അവിടെ എത്തുമ്പോഴും അദ്ദേഹത്തെ കണ്ടുമുട്ടുന്നു. അദ്ദേഹത്തിന്റെ വാർത്തകൾ കാണുന്നു, അദ്ദേഹത്തിന്റെ വിങ്കലായിരിക്കുന്ന വാക്കുകൾ നമ്മൾ കേൾക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തെ കുറിച്ച് പറയുവാൻ അത്ര മാത്രമേ ഉള്ളൂ. ഈ മലയാളിയുടെ മനസ്സിൽ അവരുടെ എല്ലാം ടിവികളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എല്ലാവരും നെഞ്ചിലേറ്റിയിരിക്കുന്ന ഒരു വസ്തുത, ഒരു വ്യക്തി, ഒരു സംഭവം എന്നതാണ് ശിരൂരിനെ സംബന്ധിച്ച് നമുക്ക് ഇന്ന് മലയാളികളുടെ മനസ്സിലുള്ളത്. ആ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മളെ മുമ്പേ നമ്മുടെ കൂടെ ഇവിടെ ഇരിക്കുന്നത് എന്ന് കാണുമ്പോൾ ഏറെ അഭിമാനമുണ്ട്. ഞാൻ ഈ സൂചിപ്പിച്ചിരിക്കുന്നത് ഒരു നിശ്ചയദാർഢ്യത്തിന്റെ അദ്ദേഹത്തിന്റെ ആ ഉറച്ച വിശ്വാസം അദ്ദേഹം ആദ്യം മുതൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ചെറിയ ദിവസം ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം കൊണ്ട് പറഞ്ഞ വാക്കുകളൊന്നും ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. എന്നാൽ ഈ പുഴയോരത്ത് നിൽക്കുന്ന സന്ദർഭത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ആ ഡ്രൈവറുടെ അമ്മയ്ക്ക് കൊടുത്ത വാക്കുകളാണ് ഏറെ ആവേശം നൽകിയിരുന്നത്. ഞാൻ അവനെയും കൊണ്ട് ഇവിടെ വരും, അവനെയും കൊണ്ട് ഞാൻ ഇവിടെ വരുമെന്ന് അദ്ദേഹത്തിന്റെ വാക്ക് ഒരു ദിവസം ടിവിയിൽ കണ്ടുകൊണ്ടിരിക്കെ 86 വയസ്സുള്ള എന്റെ അമ്മ എന്റെ വീട്ടിൽ നിന്ന് കണ്ടിട്ട് പറയാണ്, ആ മോൻ ആരാന്ന്, ആ മോനെ എനിക്ക് കാണണം. എന്നോട് പറയാണ് 86 വയസ്സ് പ്രായമുള്ള അമ്മക്ക് ഈ ശിരൂരും ദുരന്തമൊന്നും അറിയില്ല. അമ്മ പറയാണ്, ആ മോൻ പറഞ്ഞ വാക്ക് കണ്ടോ, ആ ദുരന്തത്തിൽ തിരിച്ച് എന്താ കിട്ടുമോ എന്ന് പോലും അറിയാത്ത ആ അപകടത്തിൽപ്പെട്ട മകനെ അവന്റെ അമ്മയുടെ മുമ്പിൽ നിന്ന് എത്തിക്കുമെന്ന് പറയുന്ന ആ ഉറച്ച വിശ്വാസം, ആ തണ്ടയുടെ അല്ലെ വാക്കിന്റെ ഫലം അദ്ദേഹം 72 നാളിൽ കാണിച്ചു എന്ന് പറയുന്നതാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ ഏറെ ആവേശത്തോടുകൂടി ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിച്ചതിനുള്ള ഒരു ഉത്തേജനം എനിക്ക് ലഭിച്ചത്. എന്റെ അമ്മ പോലും 86 വയസ്സുള്ള അമ്മ പോലും പറയുന്നു, ആ മോനെ ഒന്ന് കാണണം. അപ്പൊ എന്തുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ ഈ നടയിൽ ഈ തിരുമുറ്റത്ത് അദ്ദേഹത്തെ വിളിച്ചു ചേർക്കണമെന്ന് എനിക്ക് ചിന്ത വന്നത് അതുകൊണ്ടാണ്. എന്നാൽ ഞങ്ങൾ അതേസമയം തന്നെ അദ്ദേഹത്തിന്റെ മുമ്പിൽ നമുക്ക് ഒന്നുകൂടി പറയാനുണ്ട്. ഏതാണ്ട് 1600ഓളം ജീവനക്കാർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വിവിധ മേഖലകളിൽ. അപ്പൊ ഒരു തൊഴിലാളി മുതലാളി ബന്ധത്തിന്റെ ഉദാത്തമായ സ്നേഹബന്ധമാണ് അദ്ദേഹം ഈ ശിരൂരിൽ കാണിച്ചത് എന്ന് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഒരു കേവലം ലോറി ഉടമയാണെങ്കിൽ എന്റെ ഡ്രൈവറായിരിക്കുന്ന ഒരു തൊഴിലാളിക്ക് ഉണ്ടായിരുന്ന എന്തെങ്കിലും അപകടമുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ലളിതമായി കണ്ടില്ല. പകരം ആ തൊഴിലാളിയെ ജീവനോടെ ലഭിക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ ജീവനില്ലാതെയായാലും അദ്ദേഹത്തെ ലഭിക്കണമെന്നതിനു വേണ്ടിയാണ് അദ്ദേഹം 72 ദിവസക്കാലം അവിടെ സമയം ചെലവാക്കിയത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആ തൊഴിലാളി മുതലാളി സ്നേഹബന്ധത്തിന്റെ കഠിനമായിരിക്കുന്ന ഒരാവേശം അല്ലെങ്കിൽ അതിന് പ്രതിരൂപമായി വേറെ ഒരു പേര് പറയാൻ എന്റെ മനസ്സിലില്ലെന്ന് ഞാൻ പറയാം. അതുപോലെ തന്നെയാണ് പ്രത്യേകിച്ച് പറഞ്ഞാൽ മുക്കം എന്ന് പറയുന്നത് മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമാണ് മുക്കം പ്രദേശം. ആ ഇവിടെ ജാതിയും മതവും രാഷ്ട്രീയവും ഇതിലെല്ലാം അതീതമായ ഒരു സൗഹൃദ ബന്ധം, മനുഷ്യത്വ ബന്ധം നിലനിർത്തി വരുന്ന മുക്കം പ്രദേശത്ത് ഈ രീതിയിലുള്ളതായ പരിപാടിയിൽ അണിചേർന്നിരിക്കുന്ന ഇവരെല്ലാം കാണുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതിയിൽ ഒരു മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ ഒരു മെസ്സേജ് കൂടി അവിടെ നിൽക്കുകയാണ്. അതായത് ഈ 3 ഇനങ്ങളിലാണ് ഞങ്ങൾ ആദ്യം തന്നെ അദ്ദേഹത്തെ ആദരിക്കണമെന്ന് കാണുവാൻ ചിന്തിച്ചത്. എന്നാൽ ഒന്ന് ഇതിനോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ കൂടെ തന്നെ സജീവമായി പ്രവർത്തിച്ചിരുന്ന ഈശ്വർ മാൽപ്പയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ അദ്ദേഹത്തെയും വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് ലഭ്യമായിരിക്കുന്ന ഫോണിൽ നിരവധി തവണ ഞങ്ങൾ വിളിച്ചപ്പോൾ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ ഫോൺ കണക്ഷൻ ആവുന്നില്ല, ഔട്ട് ഓഫ് റേഞ്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തെയും ഈ വേദിയിൽ ഞങ്ങൾ ഇന്ന് കൊണ്ടുവരാൻ ശ്രമിച്ചതായിരുന്നു, പക്ഷേ സാധിച്ചില്ല എന്നുള്ള കാര്യം ഞാൻ ഇവിടെ തുറന്നു പറയുകയാണ്. അപ്പോൾ ഞാൻ ഈ അദ്ദേഹത്തിന്റെ ബോഡി അടക്കം ചെയ്ത ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയാണ്. നമ്മളെ ബഹുമാനായിരിക്കുന്ന മനാഫിനെ ഞാൻ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറിൽ ലഭിച്ചപ്പോൾ അദ്ദേഹത്തെ വിളിക്കുകയാണ്. മനാഫ്, നിങ്ങളുടെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം നിങ്ങളെ നമ്മുടെ സ്കൂളിൽ വരണം, നമ്മുടെ കുട്ടികൾക്ക് ഒരു മാതൃകയായ ഒരു സ്വീകരണം നൽകുകയാണ്, ഒരു ആദരവ് നൽകുകയാണ്. ആ രീതിയിൽ ഞാൻ ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം വിതുമ്പുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒന്നും താങ്ങാനാവുന്നില്ല എന്നുള്ളതായ ഫീൽ അദ്ദേഹം അത്രയേറെ അദ്ദേഹത്തിന്റെ ആ സ്വരത്തിൽ തന്നെ എനിക്കറിയാം. അദ്ദേഹത്തിന്റെ ആ വേദനകളിൽ അദ്ദേഹം ഇന്നലെ
ആ ഒരു ശവടക്കം കഴിഞ്ഞതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ മനസ്സെനിക്ക് വായിക്കാൻ സാധിച്ചു. എന്തായാലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അതാണ് ഞാൻ നിങ്ങളോട് ആമുഖമായി പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ചടങ്ങ് ഈ രീതിയിൽ ഒരു പ്രൗഢഗംഭീരമായി നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ഒരു ഊഷ്മളമായ ഒരു ആദരവ് കൊടുക്കുവാൻ ഈ അങ്കണം ഒരുങ്ങുമ്പോൾ ഇന്നത്തെ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നത് നമ്മുടെ ഈ മുക്കം കോർപ്പറേഷന്റെ മുനിസിപ്പാലിറ്റിയുടെ ആരാധ്യയായ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ, നമുക്ക് ഏറെ പ്രിയങ്കരിയായ അഡ്വക്കേറ്റ് ചാന്ദിനി മേഡം അവർകളാണ്. നമ്മുടെ എല്ലാ പരിപാടിയിലും സജീവമായി ചാന്ദിനി മേഡം ഇവിടെ എത്തിച്ചേരും. ചാന്ദിനി മേഡത്തെ ഞാൻ ഔപചാരികമായി ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ചടങ്ങിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് ഈ വിദ്യാലയത്തിന്റെ ആരാധ്യനായ PTA പ്രസിഡന്റ് ശ്രീമാൻ സുരേഷ് KP അവരുടെയും ഈ വേദിയിൽ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ ഈ വേദിയിൽ നമ്മളെല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായ ഒരു മനുഷ്യത്വത്തിന്റെ പച്ച മനുഷ്യനെ ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ കാണാൻ സാധിക്കുമെന്നുള്ള എന്റെ പ്രത്യാശക്ക് ഏറെ ആവേശം നൽകുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ആ രീതിയിലുള്ളതായ തൊഴിലാളി മുതലാളി ബന്ധത്തിന്റെയും മതമൈത്രിയുടെയും പകരം വെക്കാനാവാത്ത നിശ്ചയദാർഢ്യത്തിന്റെയും ഒരു ആൾ രൂപമായ ശ്രീ മനാഫ് ഇന്ന് ഈ വേദിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിൽ ഏവർക്കും വേണ്ടി ഈ ആദരപൂർവ്വം കൂടെ സ്വാഗതം ആശംസിക്കുന്നു. അദ്ദേഹത്തെ ഈ വേദിയിൽ ഷാളണിയിച്ച് അദ്ദേഹത്തെ ആദരവ് നൽകുവാൻ ഈ വിദ്യാലയത്തിന്റെ ബഹുമാന്യ പ്രിൻസിപ്പലിനെ ആദരപൂർവ്വം ക്ഷണിക്കുക. സുഹൃത്തിനായി കൂടപ്പിറപ്പിനായി മനം മടുക്കാതെ കാത്തിരുന്ന മനുഷ്യസ്നേഹിയായ മലയാളികളുടെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് നടന്നു കയറിയ മനാഫ്, മനുഷ്യസ്നേഹത്തിന്റെ ഉദാത്ത മാതൃകയായ മനാഫിനെ മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ ആദരിക്കുന്നു. വിദ്യാലയത്തിന്റെ ഒരു ചെറിയൊരു സ്നേഹോപഹാരം നൽകുന്നത് നമ്മൾ ഈ വിദ്യാലയത്തിന്റെ ബഹുമാനായിരിക്കുന്ന ഹെഡ് മാസ്റ്റർ ശ്രീ മനോജ് മാസ്റ്ററെ ക്ഷണിക്കുന്നു. ഉറവ പറ്റാത്ത സ്നേഹം നമ്മളിലും നിറയാൻ മനാഫിന്റെ മഹനീയ സാന്നിധ്യത്തിന് സാധിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഇതോടൊപ്പം തന്നെ ഇവിടെ ആദരവ് ഞങ്ങൾ നൽകുന്നത് അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുവാൻ ഏറെ അഭിമാനത്തോടുകൂടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്റെ മുക്കം സന്നദ്ധ സേന അംഗങ്ങളെ ഞാൻ ഏറെ ആദരവോടുകൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് മുക്കത്ത് ഏറെ അഭിമാനമാണ്. ഇത്രയും കർമ്മസേനകൾ ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെയാണ് കർമ്മ ഓമശ്ശേരി പ്രവർത്തകരെയും ഈ വേദിയിൽ നിങ്ങൾ ആദരവ് അതിന്റെ ടീം ലീഡർമാർക്കുള്ളതായ ഒരു പുരസ്കാരം അല്ലെങ്കിൽ ഒരു മെമന്റോ നിങ്ങളിവിടെ സമർപ്പിക്കും. എന്റെ മുക്കം കൂട്ടുമോ? എന്റെ മുക്കം പ്രതിനിധികൾക്ക് ഉള്ളതായ എന്റെ മുക്കം വാട്സപ്പ് കൂട്ടായ്മ, ഒരു കൂട്ടായ്മയ്ക്ക് സമൂഹത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നതിന്റെ ഉദാഹരണമാണ് എന്റെ മുക്കം വാട്സപ്പ് കൂട്ടായ്മ. പിന്നിട്ട ഓരോ ദിനങ്ങളും ഓരോ നാഴികക്കല്ലുകളാക്കി മാറ്റിയ യുവാക്കളുടെ ചരിത്രം. എന്റെ മുക്കം വാട്സപ്പ് കൂട്ടായ്മ പിന്നീട് ചാരിറ്റബിൾ സൊസൈറ്റിയായി മാറി, മലയോര മേഖലയിലെ മനുഷ്യത്വത്തിന്റെ പ്രതീകമായി മാറി. ഷിരൂരിലെ അർജുന്റെ തിരച്ചിലിൽ ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയ എന്റെ മുഖം കൂട്ടായ്മയെ മുഖം ഹയർ സെക്കൻഡറി സ്കൂൾ ആദരിക്കുന്നു. കർമ്മ ഓമശ്ശേരി കൂട്ടായ്മ 2018 ജൂൺ 14 കരിച്ചോല ഉരുൾപൊട്ടലിൽ പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങളെ സഹായിക്കാനും അവർക്കൊപ്പം നിൽക്കാനും സന്നദ്ധത കാണിച്ച സന്നദ്ധ സംഘടനയാണ് കർമ്മ ഓമശ്ശേരി. അർജുന്റെ തിരച്ചിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തി കർമ്മ ഓമശ്ശേരിയെ മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ ആദരിക്കുന്നു. രാഹുൽ ബ്രിഗേഡ് 250ഓളം
വളണ്ടിയേഴ്സ് ഉള്ള സംഘടനയാണ് രാഹുൽ ബ്രിഗേഡ്. പ്രളയ സമയത്തും കോവിഡ് സമയത്തും ഏറ്റവും ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തി അർജുന്റെ തിരച്ചിലിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയ രാഹുൽ ബ്രിഗേഡ് സന്നദ്ധ സംഘടനയെ ഏറ്റവും സ്നേഹപൂർവ്വം ആദരിക്കുന്നു. നമ്മളെ വാർഡ് കൗൺസിലറായിരിക്കുന്ന ശ്രീമതി അശ്വതിയാണ് അവരുള്ളതായ സ്നേഹോപഹാരം സമർപ്പിക്കുന്നത്. അടുത്തതായിട്ട് അടുത്ത് തന്നെയുള്ളതായ പുൽപ്പറമ്പ് രക്ഷാസേനയുടെ സജീവ അംഗങ്ങളായിരിക്കുന്ന പ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ഈ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കും. പുൽപ്പറമ്പ് രക്ഷാസേനയ്ക്ക് ഉപഹാരം നൽകുന്നതിനായി വാർഡ് കൗൺസിലർ ജോഷിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പുൽപ്പറമ്പ് കേന്ദ്രീകരിച്ചുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ രക്ഷാസേന, യാതൊരു പ്രതിഫലവും വാങ്ങാതെയുള്ള ഒരു കൂട്ടം യുവാക്കളുടെ പ്രവർത്തനം. കർണാടകയിലെ ഷിരൂരിൽ അർജുന്റെ തിരച്ചിലിൽ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയ പുൽപ്പറമ്പ് രക്ഷാസേനയെ മുഖം ഹയർ സെക്കൻഡറി സ്കൂൾ ആദരിക്കുന്നു. ഇതോടൊപ്പം തന്നെ സന്നദ്ധ സേനാംഗങ്ങളായിരിക്കുന്നവർക്ക് 22 പ്രതിനിധികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർക്കുള്ളതായ സ്നേഹോപഹാരം നൽകുന്നത് ബഹുമാനായിരിക്കുന്ന മനാഫിന്റെ കൈകൊണ്ട് തന്നെ അവർക്ക് ഒരു ഉപഹാരങ്ങൾ നൽകുവാൻ നിങ്ങളെ ആദരപൂർവ്വം ക്ഷണിക്കും. പേര് വായിക്കും. എന്റെ മുഖം സന്നദ്ധ സേന ഷംസീർ മെട്രോ, സൈനുൽ ആബിദ്, രസ്നാദ് AP, ഷംസീർ മെട്രോ, സൈനുൽ ആബിദ്, സൈനുൽ ആബിദ് മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ്. എന്റെ മുക്കം സന്നദ്ധ സേനയുടെ ഏറ്റവും ഉജ്ജ്വലനായ പ്രവർത്തകനാണ്. രസ്നാസ് AP, ഉമ്മർ റഫീഖ്, നിയാസ് വാണി, ആഷിൽ MP, മുനീഷ് കാരശ്ശേരി, ഷംസു പുള്ളാവു, ഷൈജു KK, ശ്രീനിഷ് ശ്രീധരൻ, ഷബീർ CK, പുൽപ്പറമ്പ് രക്ഷാസേനയുടെ പ്രവർത്തകരെ ആദരിക്കുന്നു. നിഷ
ഷിഹാബുദ്ദീൻ, ഹംസ പി, ഹാരിസ് എ പി, അജ്മൽ പാലൂർ, കർമ്മ ഓമശ്ശേരി പ്രവർത്തകരെ ആദരിക്കുന്നു. ഷിഹാബ് ഓമശ്ശേരി, ബഷീർ കെ പി, റഷീദ് ടി കെ, രാഹുൽ ബ്രിഗേഡ് പ്രവർത്തകരെ ആദരിക്കുന്നു. നിഷാദ് ബീച്ചി, നൗഷാദ് പൂങ്ങമ്പുറം, നിഷാദ് നീലേശ്വരം, തനുദേവ് കൂടംപൊഴി, സുഭാഷ് മണാശ്ശേരി, മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ +1 സയൻസിലെ അഭിനവ് ഗോപാൽ വരച്ച അർജുന്റെ ചിത്രം മനാഫിന് കൈമാറുന്നു. മുക്കം ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ നീന പ്രമോദിന്റെ മകൾ പാർവണ പ്രമോദ് വരച്ച ചിത്രം മനാഫിന് കൈമാറുന്നു. അനുമോദനം പൊതുവെ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. ഒന്ന് തോൽ തട്ടി പറയാൻ നീ ഭയങ്കര ഉഷാറാണ്, മിടുക്കനാണ് എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഒരു ആവേശം വളരെ വലുതാണ്. ആ ചടങ്ങ് മാത്രമേ ഞങ്ങളിവിടെ പ്രതീക്ഷിച്ചുള്ളൂ. എന്തായാലും ഇനി ഇതോടനുബന്ധിച്ച് ഇന്നത്തെ ഒരു അനുമോദന പ്രഭാഷണം നിങ്ങൾ വളരെ അനിവാര്യമായി വേണ്ടവരായ ഈ വാർഡിന്റെ മുനിസിപ്പൽ കൗൺസിലർ ശ്രീമതി അശ്വതി സനു അവരുടെ വേദിയിൽ ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ഞാൻ ഉദ്ഘാടനം മാഡത്തിന്റെ പേര് ആദ്യം സൂചിപ്പിച്ചുവെങ്കിലും പക്ഷെ ഔപചാരികമായി നമ്മളെ ഈ ചടങ്ങിലെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്നത് അഡ്വക്കേറ്റ് ചാന്ദ്രി മേഡമാണ്.
അദ്ദേഹം വൈസ് ചെയർമാൻ മുക്കം മുനിസിപ്പാലിറ്റിയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ആ സമയത്ത് അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല എന്നതുകൊണ്ടാണ്, ക്ഷമിക്കണം. അത് സ്വാഗതം ആശംസിക്കുന്നു. എനിക്ക് തെറ്റിയിട്ടില്ല. അപ്പോ സോറി. അപ്പോ ശ്രീ സനൂജ് അവർകളെ അനുമോദന പ്രഭാഷണത്തിനായി അവരെയും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ മുക്കം കൗൺസിൽ അംഗം കൂടിയായ ശ്രീമതി ബിന്ദു അവர்களെയും വേദിയിൽ ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ കൗൺസിലർ കൂടിയായ ശ്രീമതി ജോഷില അവர்களെയും ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. ആരോഗ്യ വകുപ്പ് സ്റ്റാൻഡിംഗ് കൗൺസിൽ മെമ്പർ കൂടിയായ കൗൺസിലർ ശ്രീമതി പ്രജിത പ്രദീപ് അവர்களെയും ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തുടർന്ന് ഇന്ന് ഈ വേദിയിൽ അനുമോദനം പ്രഭാഷണത്തിന് ഈ വിദ്യാലയത്തിന്റെ ആരാധ്യയായ പ്രിൻസിപ്പൽ ശ്രീമതി ജംഷീന CP അവர்களെയും ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഈ വിദ്യാലയത്തിന്റെ ബഹുമാനായിരിക്കുന്ന ഹെഡ് മാസ്റ്റർ ശ്രീമാൻ മനോജ് CM അവர்களെയും ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ PTA മദർ PTA പ്രസിഡന്റ് ശ്രീമതി സലീല അവர்களെയും ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഈ വിദ്യാലയത്തിന്റെ സ്പോർട്സ് കൗൺസിൽ കോർഡിനേറ്റർ ജോലി ചെയ്തു വരുന്നതായ അരുണാചലം TV അവர்களെയും ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ റോട്ടറി ക്ലബിന്റെ സന്നദ്ധ സേവന രംഗത്തുള്ള എല്ലാ പ്രതിനിധികളെയും ഈ വേദിയിലേക്ക് ഞങ്ങൾ പ്രത്യേകം ക്ഷണിക്കുകയും നമ്മൾ സ്വാഗതം ആശംസിക്കുന്നു. അതിന്റെ റോട്ടറി ക്ലബിന്റെ ആരാധ്യനായ മുൻ പ്രസിഡന്റ് കൂടിയായ ശ്രീമാൻ അനിൽകുമാർ അവர்களെയും ആദരപൂർവ്വം കൂടെ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥിയും ഈ പ്രദേശത്തെ ഏറ്റവും നല്ല പൊതുപ്രവർത്തന രംഗത്ത് തിളക്കമാർന്ന ട്രാക്ക് റെക്കോർഡുള്ളതായ ശ്രീമാൻ രാജേശൻ വെള്ളാരംകുന്ന് അവர்களെയും ആദരപൂർവ്വം ഈ വേദിയിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഈ വിദ്യാലയത്തിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ബഹുമാനായ സെക്രട്ടറി ശ്രീ സതീഷ് അവர்களെയും ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഈ വിദ്യാലയത്തിന്റെ സ്റ്റാഫ് സെക്രട്ടറി കൂടിയായ ശ്രീമതി ഷീന അവர்களെയും ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ സ്റ്റാഫ് സെക്രട്ടറി രഞ്ജിത AR സ്കൂളിന്റെ സംബന്ധിച്ച സ്റ്റാഫ് സെക്രട്ടറിയാണ്, അവർക്കും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഇവിടെ പത്ര മാധ്യമ രംഗത്തുള്ള പ്രതിനിധി എന്ന രീതിയിൽ ശ്രീ മുരളി മാസ്റ്റർ അവர்களെയും ആദരപൂർവ്വം വേദിയിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പത്ര മാധ്യമ ദൃശ്യ മാധ്യമ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്തുള്ളതായ മുഖത്തിന്റെ വ്യാപാരി വ്യവസായി സമിതിയുടെ ഏകോപന സമിതിയുടെ ആരാധ്യനായ അധ്യക്ഷൻ ശ്രീമാൻ അലി അക്ബർ അവர்களെയും ആദരപൂർവ്വം വേദിയിൽ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാരെയും പൂർവ്വ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും സുഹൃത്തുക്കളെയും പൂർവ്വ അധ്യാപകരെയും നല്ലവരായ നാട്ടുകാരെയും എല്ലാം ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ ലക്ഷ്യം ഇത്രയേ ഉള്ളൂ. ഞങ്ങൾ ഈ പ്രദേശത്ത് ഏറ്റവും നല്ല മുട്ടുമുട്ടക്കേടായിരിക്കുന്ന സന്നദ്ധ സേവന രംഗത്തുള്ള എല്ലാ ആളുകളെയും പ്രോത്സാഹിപ്പിക്കുക. അതിന് ഏറ്റവും നല്ല മാതൃകയായി ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതായ കഴിഞ്ഞ 72 ദിവസത്തെ ത്യാഗോജ്വലമായ പ്രവർത്തന രംഗത്ത് എല്ലാ മലയാളികളുടെയും മനസ്സിൽ ഇടം പിടിച്ചിരിക്കുന്ന, ലോകമെമ്പാടുമുള്ള മലയാളികൾ ഉറ്റുനോക്കുന്ന ഒരു വ്യക്തിയുടെ ഇച്ഛാശക്തിയുടെ ആൾരൂപമായ ഒരു വ്യക്തിയുടെ പേരാണ് ശ്രീ മനാഫ് എന്നുകൂടി ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഇന്ന് പരിപാടിക്ക് ശേഷം നന്ദി രേഖപ്പെടുത്തുന്നത് ഈ വിദ്യാലയത്തിന്റെ അഡ്മിനിസ്ട്രേറ്റർ കൂടിയായ ശ്രീ KV വിജയൻ അവരുടെ കൂടിയാണ്. ഈ പ്രൗഢമായ പരിപാടിക്ക് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും സൗകര്യങ്ങളും ഒരുക്കി തന്ന എല്ലാ മാന്യ വ്യക്തികളെയും ഈ സന്ദർഭത്തിൽ വ്യക്തിപരമായി എന്റെ സ്വാഗതവും എന്റെ വ്യക്തിപരമായ നന്ദിയും ഞാനിവിടെ രേഖപ്പെടുത്തുന്നു. നന്ദി, താങ്ക് യു. ഈ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി മുക്കം മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി അവരോട് സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട മുക്കം HSS മാനേജർ ശ്രീ വത്സൻ മടത്ത്, ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന വേദിയിലെത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട കൗൺസിലർമാരായ അശ്വതി സനോജ്, ജോഷില, മറ്റു വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ,
ഇന്ന് ആദരവ് ഏറ്റുവാങ്ങിയ ശ്രീ മനാഫ്, NVA മുക്കം സന്നദ്ധ സേന, കർമ്മ ഓമശ്ശേരി, രാഹുൽ ബ്രിഗേഡ്, പുൽപ്പറമ്പ് രക്ഷാസേന, മറ്റ് ഇവിടെ എത്തിയിരിക്കുന്ന മറ്റ് സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അധ്യാപകർ, വിശദമായിട്ട് തന്നെ സ്വാഗത പ്രസംഗത്തിലെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കേരളം എന്നത് മതമൈത്രിക്ക് എന്നും പ്രതീകമാണ്. ഏത് ദുരന്തം വന്നാലും ജാതി മതമില്ല വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അവിടെ എത്തി ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ. പ്രത്യേകിച്ച് നിരവധിയായ ദുരന്തങ്ങൾ അഭിമുഖീകരിച്ചപ്പോൾ നമുക്ക് നേരിട്ട് അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഏറ്റവും കൂടുതൽ വയനാട് ചൂരൽമലയിലുണ്ടായ ദുരന്തം, ഇപ്പൊ നമ്മള് കർണാടകയിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു അർജുനുണ്ടായിട്ടുള്ള ദാരുണമായ അപകടം, ഈ അവസരത്തിലെല്ലാം സംഭവം കർണാടകയിലാണെങ്കിലും കേരളം ഒരേ മനസ്സോടു കൂടിയാണ് ഇതിനെ ഒരുമിച്ച് ആർജവത്തോടു കൂടിയാണ് ഇതിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ഒരു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു വിശദമായിട്ട് തന്നെ, ഈ ജൂലൈ 16 അന്ന് കർണാടകത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ദാരുണ സംഭവം ഉണ്ടായപ്പോൾ സംഭവം അറിയുന്നത് തന്നെ 73 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. കാരണം സ്വാഭാവികമായിട്ടും ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഡ്രൈവർമാര് ഫോണിൽ ബന്ധപ്പെടുമ്പോൾ റേഞ്ച് കിട്ടാത്തത് കൊണ്ടാണെന്നാണ് കുടുംബം ആദ്യമൊക്കെ തെറ്റിദ്ധരിച്ചിരുന്നത്. പിന്നീട് ഡ്രൈവർമാർ, അവിടെ ഉള്ള ഡ്രൈവർമാരുമായി ബന്ധപ്പെടുകയും ഈ അർജുൻ അവിടെ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്ന് അവർ സൂചിപ്പിക്കുകയും ചെയ്തതിന് ശേഷമാണ് അവിടെ ഇങ്ങനെയൊരു മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടെന്നും ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടെന്നും കുടുംബമടക്കമുള്ള കേരളം അറിയുന്നത്. അതിനുശേഷം അങ്ങോട്ട് ശക്തമായിട്ടുള്ള ഇടപെടലുകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. സർക്കാർ നേരിട്ട്, ഇവിടെ പിണറായി വിജയൻ സർക്കാർ നേരിട്ട് കർണാടക ഗവൺമെന്റ് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയായിട്ട് നേരിട്ട് സംസാരിച്ചു. ഉടനെ തന്നെ പ്രവർത്തനങ്ങൾ ഊർജ്ജസ്വലമാക്കാൻ നേരിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായി. പ്രത്യേകിച്ച് നമ്മുടെ ഇങ്ങനെയൊരു കാലാവസ്ഥ നമുക്കറിയാം, നമ്മളെല്ലാവരും ടിവിയുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് വളരെ മഴയും അത്യാവശ്യം ആർക്കും അങ്ങോട്ട് എടുക്കാൻ പറ്റാത്ത ഒരു കാലാവസ്ഥയായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രവർത്തനം കുറച്ച് അതിൻ്റെ സ്പീഡ് കുറഞ്ഞോ എന്നുള്ള ഒരു സംശയം കുടുംബത്തിനുണ്ടാവുകയും പത്രസമ്മേളനം വിളിച്ച് അവർ കാര്യങ്ങൾ വിശദീകരിക്കുകയും വീണ്ടും പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ നമ്മുടെ മുഖ്യമന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിൽ അവിടെ എത്തുകയും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും നമ്മുടെ MP രാഘവൻ ഉൾപ്പെടെയുള്ളവർ, കർണാടക സർക്കാർ ആവട്ടെ, അവിടുത്തെ കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഈ ഒരു കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദിവസം കൊണ്ട് 72 ദിവസത്തിൽ നമുക്ക് ആ ഒരു എങ്ങനെയെങ്കിലും ഈ ഒരു ശരീരമായിട്ടെങ്കിലും കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് പ്രവർത്തിച്ചിരുന്നത്. അത് നമുക്ക് 72ാമത്തെ ദിവസം അർജുന്റെ ശരീരം ലഭിക്കുകയാണ് ഉണ്ടായത്. ഒരുപാട് പേര്, ഇപ്പൊ മനാഫ് ഉൾപ്പെടെ, മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽവേ, ഇവരുടെയൊക്കെ, അതേപോലെ തന്നെ ഡ്രഡ്ജർ കൊണ്ടുപോകുന്നത് ഗോവയിൽ നിന്ന്, നിരവധിയായിട്ടുള്ള ആളുകളുടെ പ്രവർത്തനം ഈ ഒരു യത്നം തന്നെ ഈ ഒരു സംഭവത്തിന് ഉണ്ടായിട്ടുണ്ട്. അതിന് നമുക്ക് ഈ ഒരു അവസരത്തിൽ എല്ലാവരെയും, മനാഫ് ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഈ ഒരു അവസരത്തിൽ ആദരവും ആശംസയും അർപ്പിക്കുകയാണ്. കാരണം ഒരു ദുരന്തമുണ്ടാകുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്കറിയാം, അതെങ്ങനെ ഏകോപിച്ച് കൊണ്ടുപോകണമെന്നുള്ളതും. കാരണം സർക്കാരിൻ്റെയും എല്ലാവരുടെയും ഇടപെടൽ, അത് ഒരാളെയും എടുത്തു പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട MLA-മാരായ ലിൻഡോ ജോസഫ്, സച്ചിൻ ദേവ്, ഇവരെല്ലാം അവിടെ പോയി താമസിച്ചുകൊണ്ടായിരുന്നു ഇതിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്നത്. നമ്മുടെ സേന, അവർക്കറിയാം ഇവിടെ അങ്ങോട്ട് എത്തിയപ്പോൾ അവർക്ക് നേരിട്ട് ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു അവിടെ. നമ്മുടെ സന്നദ്ധ സേന പ്രവർത്തകർ അവിടെ എത്തിയപ്പോൾ നേരിട്ട് അവർക്ക് അവിടെ ചെന്ന് കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ലായിരുന്നു. അതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകളൊക്കെ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായതിനു ശേഷമാണ് അവർക്ക് അവിടേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത്. ഇതെല്ലാം ഒരുപക്ഷെ അവിടെ 72 ദിവസവും അതിനുള്ള കൂടെ നിന്ന ഒരാളാണ്, കുടുംബത്തോടെ കൂടൊപ്പം, സഹോദരങ്ങളെ കൂടൊപ്പം കൂടെ നിന്ന ഒരാളാണ് ഇവിടെ നമ്മൾ ഇന്ന് ആദരിച്ച മനാഫ്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ആദരിക്കണം. കാരണം ഇങ്ങനെയൊരു പ്രവർത്തനത്തിന് കൂടെ നിന്ന് ഒരു തൊഴിലാളി മുതലാളി ബന്ധത്തിൽ അപ്പുറത്ത്
ഒരു തൊഴിലാളി, ഒരു വണ്ടിയുടെ ഡ്രൈവർ എന്നതിലപ്പുറത്ത് അദ്ദേഹത്തിന് സ്വന്തം വീട്ടുകാരോട് എനിക്കൊരു വാക്കുണ്ട്, അത് അവരെ എത്തിച്ചു കൊടുക്കുമെന്ന് ഞാൻ വാക്ക് കൊടുത്തതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ കൂടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പ്രവർത്തനത്തിനും കൂടെ നിന്ന മനാഫിന് ഈ ഒരു അവസരത്തിൽ പ്രത്യേക ആശംസകളും ആദരവും നഗരസഭയുടെ പേരിൽ കൂടെ അർപ്പിക്കുകയാണ്. പിന്നെ നമ്മുടെ സേനയുടെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ മുക്കം സന്നദ്ധ സേനയാവട്ടെ, കർമ്മ ഓമശ്ശേരി ആവട്ടെ, രാഹുൽ ബ്രിഗേഡ് ആവട്ടെ, നമ്മുടെ ഏത് കാര്യത്തിനും ശൂരൽമലയിൽ എത്തിയിട്ടുണ്ട് സന്നദ്ധ സേന. നമ്മുടെ വയനാട്ടിൽ ഒരു ദുരന്തം സംഭവിച്ചപ്പോഴും. അതുകൊണ്ട് നമ്മുടെ ഈ ഇന്ന് ആദരിച്ച എല്ലാ സന്നദ്ധ സേനകൾക്കും എല്ലാവിധ ആശംസകളും നഗരസഭയുടെ പേരിൽ അർപ്പിക്കുകയാണ്. കാരണം നമുക്കറിയാം, മരിച്ചുപോയ അർജുനാണെങ്കിലും സന്നദ്ധ സേനയായിട്ടും ജനങ്ങളുടെ മനസ്സിൽ സ്നേഹത്തോടെ നാട്ടുകാരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. എല്ലാവിധത്തിലും പ്രവർത്തനത്തിനും ജനങ്ങളുടെ കൂടെ നിന്നിരുന്ന ഒരാളാണ്. അതുകൊണ്ട് കൂടി ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഏറ്റുപിടിച്ച ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെയൊരു ധാരണ സംഭവം ഉണ്ടായപ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങൾ, അഭ്യൂഹങ്ങൾ, ഒരുപാട് വാർത്താ ചാനലുകളുടെ ഇടപെടലുകളൊക്കെ ഈ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. സത്യമാണത്. കാരണം എന്താണ് ശരിക്കും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും അതിനുശേഷം വീണ്ടും 1-2 ദിവസത്തിന് ശേഷം ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതും അതുകൊണ്ട് അങ്ങനെ കുറെ അഭ്യൂഹങ്ങൾ ഉണ്ടായി. അത് അവസാനിക്കുകയാണ് ഈ 72ാമത്തെ ദിവസം ഉണ്ടായത്. ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് സംസാരിക്കുന്നില്ല, കാരണം എല്ലാവരും ഇവിടെ മനാഫിന്റെ മറുപടി കാതോർത്ത് നിൽക്കുകയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടി, ഇന്നത്തെ ആദരവ് മനാഫ് ഉൾപ്പെടെയുള്ള സന്നദ്ധ സേനാ പ്രവർത്തകർക്ക് ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ ഒരു മുഖം ഹയർ സെക്കൻഡറി സ്കൂൾ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചതിന് സ്കൂൾ മാനേജ്മെന്റിനും സ്കൂളിനും എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഈ ഒരു അവസരത്തിൽ അർപ്പിക്കുകയാണ്. ഈ ഒരു പരിപാടി, ഇന്നത്തെ ഈ ആദരവ് ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തും. 72 ദിവസത്തോളം മനാഫിന്റെ കൂടെ ഷിരൂരിൽ ചെലവഴിച്ച സേവനമനുഷ്ഠിച്ച അബ്ദുൾ വാലിയെയും ആലിഫ് നിഷാനെയും ദേവന്ത് ബാബുവിനെയും കൂടി ഈ വേദിയിൽ ആദരിക്കുകയാണ്. ആദരവ് നൽകുന്നതിനായി ദേവന്ത് ബാബു ചാലക്കുടിയിൽ നിന്നാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ 3 പേരെയും ഈ വേദിയിൽ ആദരിക്കുന്നു. ആദരവ് നൽകുന്നതിനായി മനാഫിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആലിഫ് നിഷാൻ, അബ്ദുൾ വാലി, ആലിഫ് നിഷാൻ, ദേവന്ത് ബാബു. ദേവന്ത് ബാബു, ആലിഫ് നിഷാൻ, അബ്ദുൾ വാലി.